ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് 1 ആണ്. ഓക്കെ, ലാബ് 1 എന്ന് പറയുന്നത് വാല്യൂ ഫങ്ഷൻ കാണാനുള്ള ഒരു ലാബാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആക്ടിവിറ്റി 1.1 ഫങ്ഷൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്താക്കുക, ജിയോജിബ്ര ഓപ്പൺ ആക്കുന്ന ഒരു സെറ്റപ്പാണ്. ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ജിയോജിബ്ര, ഫോണിലാണെങ്കിൽ ജിയോജിബ്ര ഡയറക്റ്റ്ലി അങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സെറ്റിങ്സ് ഒന്നും റിപ്പീറ്റഡ്ലി പറയേണ്ട ആവശ്യമില്ല, അത് നമ്മൾ മുൻപൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഓക്കെ, സിമ്പിൾ ലാബാണ്. 5 മിനിറ്റ് താഴെ ഈ ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം നമുക്ക് വേണ്ടി വരുള്ളൂ. അത്രയും സിമ്പിളാണ്. ഓക്കെ, പിന്നെ വരുന്ന ഫങ്ഷൻ മെഷീൻ ഒന്നും നമ്മൾക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അങ്ങ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻക്രിമെൻറ്റ് 0.01 കൊടുക്കുന്നു. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇൻക്രിമെൻറ്റ് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 0.01 ചേർത്തൊരു എ എന്ന് പറയുന്നൊരു സ്ലൈഡർ ഉണ്ടാക്കി. പിന്നെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുകയാണ്. A,0 എന്ന് പറയുന്നൊരു പോയിൻ്റ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ലെറ്റ്സ് പ്ലോട്ട്. അപ്പോൾ A,0 പ്ലോട്ട് ചെയ്തു. അടുത്തത് A, f of A എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. A, f of A. ഓക്കെ, പെട്ടെന്ന് അടിക്കാം കേട്ടോ. A, f of A. പിന്നെ C എന്ന് പറയുന്ന ഒരു പോയിന്റ് 0, f of A ആണ്. 0, f of A എന്ന് പറയുന്നൊരു പോയിന്റും C മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സിയിൽ നിന്ന് ബിയിലേക്കും എയിൽ നിന്ന് ബിയിലോട്ടും ജോയിൻ ചെയ്യിക്കുകയാണ്. ഇനിയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് കാണിക്കലാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സിൽ ഒരു സ്ക്വയർ പോലത്തെ ഒരു ഫംഗ്ഷൻ കാണാം. അതിൽ നിന്ന് ഒരു വാല്യൂ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സിൽ ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവം കാണാം ഈ ഫോണിലിട്ടു. അപ്പോൾ അതിൽ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ആ ബിയിൽ അത് സ്ക്വയറിൻ്റെ ഒക്കെ വാല്യൂസ് ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും വാല്യൂയിലോട്ട് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഉണ്ടത് അങ്ങനെ കാണാവുന്നതാണ്. ഇപ്പോൾ നീക്കണമെങ്കിൽ നീക്കാം, ഒന്നും കുഴപ്പമില്ല. അത് ഈ സ്ലൈഡറിൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള വാല്യൂസ് അങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ വാല്യൂയിലും ഫംഗ്ഷൻ്റെ സ്ക്വയർ അങ്ങനെ എന്താണോ ഫംഗ്ഷൻ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂയുടെ ആണല്ലോ സ്ക്വയർ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ വാല്യൂ ഉള്ളത് ലിങ്ക് ചെയ്യുക. പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ വാല്യൂ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ എന്താക്കുന്നു, മാറുന്ന ഫംഗ്ഷൻ്റെ ആ സ്പോട്ടിലുള്ള സ്ക്വയർ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ സ്ക്വയർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ -1.8 എന്ന് കൊടുത്താൽ -1.8ൻ്റെ സ്ക്വയർ ഗ്രാഫ് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. 0.9 ആണെങ്കിലും അങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് അതിനനുസരിച്ച് മാറ്റി കൊടുക്കാം. 2.9 കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ അപ്പുറത്ത് 8.41 എന്ന് കിട്ടും. വേറെ ഏതെങ്കിലും നമ്പർ കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്ത് കൊടുത്താലും അതിൻ്റെ സ്ക്വയർ വാല്യൂ ഈ ഇത് എന്ത് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യൂസ്. ഇനി നമുക്ക് എന്താക്കുക, ഫംഗ്ഷൻ തന്നെ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഫംഗ്ഷൻ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ആ പച്ച കളർ ഗ്രാഫ് മാറി ആ ഫംഗ്ഷനിലേക്ക് മാറും. ആ ഫംഗ്ഷനിൽ ആ നമ്പറിൻ്റെ വാല്യൂ ആയിരിക്കും പിന്നീട് വരും. ഇപ്പോൾ എക്സ് ക്യൂബ് തന്നെ 2.9 ക്യൂബ് ആയിരിക്കും അതിൻ്റെ y ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഫംഗ്ഷനും ചേഞ്ച് ചെയ്യാം, വാല്യൂവും ചേഞ്ച് ചെയ്യാം, രണ്ടും കൂടി ഒരുമിച്ച് വരും. ആദ്യം നമുക്ക് വാല്യൂ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷനും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് √x ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന x⁻², √x ആണ്. √x സൂം ചെയ്ത് നോക്കുമ്പോൾ 2.9ൻ്റെ റൂട്ടാണ് y വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ലാബിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജിയോജിബ്രയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂസ് മാറ്റി കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ്ലി നമുക്കത് മാനുവലിൽ പറഞ്ഞതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, വളരെ സിമ്പിളാണ് ഈ ലാബ് എന്ന് പറയുന്നത്. വലിയ പാടൊന്നുമില്ല. ഇപ്പം തന്നെ ഞാൻ 5 മിനിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ